ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ആദ്യ യോഗവും കഴിഞ്ഞു. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ക്യാപ്റ്റൻ VDS തുടങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച് ആദ്യ മന്ത്രിസഭാ യോഗം എന്നുള്ളതാണ്. ജൂൺ 15 മുതൽ ആ യാത്ര സൗജന്യമായിരിക്കും. മറ്റൊരു ഇന്ദിരാ ഗ്യാരണ്ടിയായ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ആശമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ ഓണറേറിയം ആകെ 12,000 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അംഗനവാടി ജീവനക്കാർക്കും പാചക തൊഴിലാളികളുടെയും വേതനം 1000 രൂപ കൂട്ടി എന്നുള്ളതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രം ഇറക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. ജൂൺ 15 മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക. 9000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപയാവും. ഇപ്പോൾ അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ വലിയ തുകയെന്നുള്ള 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കുക. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് സാധാരണക്കാരുടെ മീതെ എത്രയാണ് കൂടുന്നത് എന്നെല്ലാം ഒന്നൊരു പരിശോധിച്ചിട്ട് ഒരു തീരുമാനം അടുത്ത ക്യാബിനറ്റിലോ അല്ലെങ്കിൽ വേറെ ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനങ്ങളാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 പ്രഖ്യാപനങ്ങൾ. അതിലൊന്ന് സവിശേഷമാകുന്നത് സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നുള്ളതാണ്. ജൂൺ 15 മുതൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ആകർഷകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം. ഒരു പക്ഷേ പ്രതീക്ഷിച്ചതുമാണ്. സെയ്ഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. സെയ്ഫ്, വി.ഡി. സതീശൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വന്ന പ്രഖ്യാപനം വനിതകൾക്ക് സൗജന്യമായി KSRTC ബസ്സിൽ യാത്ര എന്നുള്ളതാണ്. ജൂൺ 15 മുതൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് എന്നുള്ളൊരാശയം അതും പ്രഖ്യാപിക്കാൻ പോകുന്നു, അത് രൂപീകരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ആശമാരുടെ ഓണറേറിയം ഒറ്റയടിക്ക് 3000 രൂപ കൂട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാചക തൊഴിലാളികൾ, അംഗനവാടി ഹെൽപ്പേഴ്സ് തുടങ്ങിയവരുടെയൊക്കെ വേതനത്തിൽ വരുത്തിയ വർധനവ്. അപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനം അത് എങ്ങനെയാണോ കാത്തിരുന്നത് അതുപോലെ തന്നെയാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് ക്യാപ്റ്റൻ VD അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? സെയ്ഫ്. മഹേഷ്, ആദ്യ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ സർക്കാരും ചെയ്യുന്ന പോലെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള തീരുമാനം UDF സർക്കാരും എടുത്തിരിക്കുന്നു. അതാണ് നമുക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായി കാണാൻ കഴിയുന്നത്. വാഗ്ദാനങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ. വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കം എന്ന നിലയിൽ നമുക്കതിനെ കാണാം. UDF ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉടനീളം പറഞ്ഞത് ഇന്ദിരാ ഗ്യാരണ്ടിയെ കുറിച്ചായിരുന്നു. 5 ഗ്യാരണ്ടികളെ കുറിച്ചായിരുന്നു. അതിൽ 2 ഗ്യാരണ്ടികൾ ജനങ്ങളെ സ്വാധീനിക്കുന്ന, എല്ലാ ഗ്യാരണ്ടികളും ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ്. 2 പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെയും വയോജനങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം അത് എങ്ങനെയാണ് നടപ്പാക്കുക എന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടില്ല. അതിൻ്റെ വിശദമായ തീരുമാനങ്ങൾ ഇനി വരും ദിവസങ്ങളിലുണ്ടാകും. ജൂൺ 15 മുതൽ എന്തായാലും കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയും. അത് പ്രത്യേക ബസ്സാണോ, എത്രയാണ് അതിൻ്റെ ദൂരപരിധി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ എന്തായാലും ആ തീരുമാനം സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ വി.ഡി. സതീശൻ തന്നെ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഗതാഗത മന്ത്രി പ്രഖ്യാപിക്കും. എന്തായാലും ആ പ്രഖ്യാപനം നടപ്പാക്കാനുള്ള തീരുമാനമാണ് ഫസ്റ്റ് അജണ്ടയായിട്ട് മന്ത്രിസഭാ യോഗത്തിൻ്റെ
പരിഗണനയിലേക്ക് വന്നത്. രണ്ടാമത് വയോജന വകുപ്പാണ്. വയോജനങ്ങൾ കേരളത്തിൽ കൂടുതലുണ്ട് എന്നുള്ള കണക്കുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വയോജന സംരക്ഷണം അത് കേരളത്തിൽ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം വിദേശത്ത് പോകുന്ന മക്കളുണ്ട്, വയോജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് വയോജന വകുപ്പ് കൊണ്ടുവരുന്നത്. അതിനെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ആലോചനയും നടക്കുന്നുണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സമരമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന ആശാസമരം. ആശാസമരവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമെടുത്തിട്ടുണ്ട്. ആ സമരപന്തലിൽ വി ഡി സതീശൻ ഒരു തവണയല്ല ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ആ സമരവേദിയിലേക്ക് വരുന്ന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം വാഗ്ദാനം നൽകിയിരുന്നു, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന്. 21,000 രൂപ ഓണറേറിയം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരം തുടങ്ങിയത്. ഇന്നിപ്പോൾ വി ഡി സതീശൻ സർക്കാർ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിനകത്തൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുന്നു. 3,000 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ സമരത്തിനൊക്കെ ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം 2,000 രൂപ ഇടത് സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ 3,000 രൂപ വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. അങ്ങനെ 9,000-ൽ നിന്ന് 12,000-ആയിട്ട് ഓണറേറിയം ആശമാരുടേത് വർദ്ധിക്കുകയാണ്. അംഗൻവാടി ജീവനക്കാർക്ക് അവർക്ക് 1,000 രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നു. പാചക തൊഴിലാളികൾക്ക് 1,000 രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് 1,000 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. അതാണ് ജനകീയ പ്രഖ്യാപനങ്ങളായിട്ട് നമുക്ക് ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിഞ്ഞത്.